സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോ നമുക്ക് തരുന്ന ഒരു ചിന്ത, ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിൽ നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതെന്താണെന്നുള്ള വചനബോധ്യം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കും: തൻ്റെ തന്നെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. His divine power has given us everything needed for life and godliness through the knowledge of Him who called us by His own glory and goodness. അപ്പം നമ്മുടെ ആത്മീയതയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഭക്തജീവിതത്തിനും നമ്മുടെ ജീവിതത്തിനും ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്, നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആത്മീയതയ്ക്കും ആവശ്യമായതെല്ലാം, എവ്രിത്തിങ് നീഡഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്, എല്ലാം ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. ത്രൂ ദ നോളജ് ഓഫ് ഹിം ഹു കോൾഡ് us ബൈ ഹിസ് ഓൺ ഗ്ലോറി ആൻഡ് ഗുഡ്നസ്. അപ്പം തൻ്റെ തന്നെ മഹത്വത്തിലേക്കും നന്മയിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠാകുലരാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഉത്കണ്ഠാകുലരായി നമ്മൾ പലപ്പോഴും നിരാശയിലേക്കും അതുപോലെ ദുഃഖത്തിലേക്കുമൊക്കെ കടന്നു പോകുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഹി വിൽ നെവർ ബി പുട്ട് ടു ഷെയിം. അവൻ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ലെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്താണ്? യേശുവിനെ പൂർണ്ണമായി അറിയണം. യേശുവിനെ പൂർണ്ണമായി അറിയുമ്പോൾ അവൻ്റെ ദൈവിക ശക്തി, ആ ദൈവിക ശക്തിയാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആത്മീയമായ പുരോഗതിക്കും, അതായത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കും നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് സ്വർഗത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവൻ്റെ ദൈവിക ശക്തി പ്രദാനം ചെയ്യും. അപ്പോൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം, ദൈവവചനത്തിൽ ആഴപ്പെടണം. അപ്പോൾ അങ്ങനെ ദൈവവചനത്തിൽ ആഴപ്പെടുമ്പോൾ ആണ് അവൻ്റെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യമെന്ന് യേശുവിനറിയാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ സമയത്തും നമുക്ക് ആവശ്യമുള്ളത് യേശു നമുക്ക് തരും. അതെങ്ങനെയാണെന്ന് ചിന്തിച്ച് നാം തലപുണ്ണാക്കരുത്. അവൻ്റെ ദൈവിക ശക്തി ആവശ്യ നേരത്ത് ആവശ്യമായത് നമുക്ക് നൽകും. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? വ്യവസ്ഥ എന്ന് പറയുന്നത് നാം അവനെക്കുറിച്ച് പൂർണ്ണമായി അറിയണം. അതുകൊണ്ട് സങ്കീർത്തനം 34:10 നമ്മളിങ്ങനെ വായിക്കും: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. യങ് ലയൺസ് വിൽ സഫർ വാണ്ട് ആൻഡ് ഹങ്കർ, ബട്ട് ദോസ് ഹു സീക്ക് ദ ലോഡ് ലാക്ക് നോ ഗുഡ് തിങ്. അവർക്ക് ഒന്നിൻ്റെയും കുറവ് വരത്തില്ല. ഈ സങ്കീർത്തന ഭാഗം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, സങ്കീർത്തനം 34:10 അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 2 പീറ്റർ 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിലേക്ക് വരണം. അപ്പോൾ യേശുവിനെ പൂർണ്ണമായിട്ട് അറിയുമ്പം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 44-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഒരു ചെറിയ ഉപമ പറഞ്ഞു.
The kingdom of heaven is like treasure hidden in a field, which someone found and hid. Then, in his joy, he goes and sells all that he has and buys that field. സ്വർഗരാജ്യം ഒരു വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ പോയി അവനുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് എങ്ങനെ സമ്പാദിക്കാം, യേശുവിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വചനമായിട്ട് അതിനെ ബന്ധിപ്പിക്കണം. വയലിലെ നിധി, വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി യേശുവാണ്. ആ യേശുവിലാണ് നിത്യജീവൻ. അത് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിനെ സ്വന്തമാക്കാൻ. യേശുവിനെ സ്വന്തമാക്കുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് കൊണ്ട് നമ്മൾ നിറയും. അവൻ്റെ ദാനങ്ങൾ, ദൈവിക ജ്ഞാനം, അതെല്ലാം നമുക്ക് പ്രദാനം ചെയ്യും. അവനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കണം. അതിന് നമുക്കുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിൽക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടേതായി കരുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, കുടുംബ ബന്ധങ്ങൾ, മക്കൾ, ഭാര്യ, അതുപോലെ നമ്മുടെ സമ്പത്ത്, മറ്റ് കാര്യങ്ങൾ, നമ്മുടെ സമയം, ആരോഗ്യം, പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടാണ് കരുതുന്നത്. നമ്മൾ ഈ ഉടമസ്ഥത, ഈ കാര്യങ്ങളുടെ എല്ലാം ഉടമസ്ഥത കർത്താവിനാണെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളെല്ലാം, നമ്മുടെ സമ്പത്താകട്ടെ, സമയമാകട്ടെ, നമ്മുടെ ബന്ധങ്ങൾ, കുടുംബകാര്യം എല്ലാം കർത്താവിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ക്രിസ്തുവിൻ്റേതായി മാറി. അങ്ങനെ നമുക്കുള്ളതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. അതാണ് സെൽ വാട്ട് ഹി ഹാസ് ഓൺഡ്. അവൻ സ്വന്തമെന്ന് കരുതിയതെല്ലാം ഉപേക്ഷിക്കുക, അത് ഈ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ, ഈ വയലിലെ നിധിയെ അവൻ സ്വന്തമാക്കും. അതുവഴി ദൈവികമായ ജ്ഞാനം കൊണ്ട് അവൻ നിറയും. തുടർന്ന് തൊട്ട് താഴെ മത്തായി സുവിശേഷം 14-ാം അധ്യായം 45-ാം വചനവും മറ്റൊരു ചെറിയ ഉപമയാണ്. അതായത് ഒരു വ്യാപാരി, രത്നവ്യാപാരി വിലയേറിയ ഒരു രത്നം കാണുമ്പോൾ അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ രത്നം വാങ്ങും. ഇതുപോലെയാണ് സ്വർഗരാജ്യം എന്നാണ് ഈശോ പഠിപ്പിച്ചത്. അതായത് അവൻ വിലയേറിയതിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ കയ്യിലുള്ളതെല്ലാം വില കുറഞ്ഞതായിട്ട് അവൻ അനുഭവപ്പെടുക. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ വില കുറഞ്ഞ സാധനങ്ങളെല്ലാം വിറ്റ്, ആ വില കുറഞ്ഞ സാധനങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് ഉപേക്ഷിക്കുക. അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തമായുള്ളതിന്മേൽ നമ്മൾ ആശ്രയിക്കുന്ന കാര്യങ്ങൾ, അതിന്മേലുള്ള പിടി നമ്മൾ അയക്കും. നമ്മൾ അതിൻ്റെ ചരട് അതെല്ലാം കർത്താവിന് കൊടുക്കുകയാണ്. അങ്ങനെ കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മുടെ പരിശ്രമം, ഈ പറഞ്ഞ വിലയേറിയ രത്നം ഇത് യേശുവാണ്, യേശുവിനെ സ്വന്തമാക്കാൻ. അങ്ങനെ യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ആ അറിവിലൂടെ, യേശുക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ യേശുവിനെ സ്വന്തമാക്കുകയും അവനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഭക്തി, അതായത് ജീവിതത്തിനും ആത്മീയതയ്ക്കും, ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്, അതെല്ലാം കർത്താവ് നമുക്ക് കൂട്ടിച്ചേർത്ത് തരികയാണ്. അതുകൊണ്ടാണ് ഈശോ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-30 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ പഠിപ്പിക്കും: ഇസ്രായേലെ കേൾക്കുക, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അപ്പോൾ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിലയേറിയതായി കരുതി വച്ചിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ, അതിന്മേലുള്ള പിടി വിടണം. കർത്താവിനെ സ്വന്തമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കരുതണം. ഈശോ പ്രഥമവും പ്രധാനവുമായ കൽപ്പന. ഈ കൽപ്പനയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കർത്താവിനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും അതിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യും. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും ഒരു സംഭവം വായിക്കുന്നുണ്ട്. 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങളിലാണ്. ഈശോ പോകുന്ന വഴിക്ക് ഒരു വില്ലേജിൽ പ്രവേശിച്ചു. മർത്ത അവനെ അവളുടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മർത്ത പല കാര്യങ്ങളിലേക്ക് മുഴുകി കൊണ്ടിരുന്നപ്പോൾ മറിയം ഈശോയുടെ അടുത്തിരുന്ന് ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം മർത്ത പറഞ്ഞു, കർത്താവെ, നീ കാണുന്നില്ലേ? അവളോട് എന്നെ വന്ന് സഹായിക്കാൻ പറ. ഈശോ പറഞ്ഞു, മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠാകുലയും ആകുലചിത്തയുമാണ്. യു ആർ worried and distracted by many things. There is need of only one thing. Mary has chosen the better part, which will not be taken away from her. ഒരു കാര്യമേ ആവശ്യമുള്ളൂ. മറിയം അത് തിരഞ്ഞെടുത്തു. ആ നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരുക, അതാണ് മറിയം ചെയ്തത്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരാൻ വേണ്ടി ദൈവവചനത്തിലേക്ക് നാം ആഴപ്പെടുമ്പോൾ നമ്മുടെ കൗദാശിക ജീവിതമൊക്കെ മനോഹരമായിട്ട് മാറും. സഭയിലെ നമ്മുടെ പങ്കാളിത്തവും പ്രവർത്തനങ്ങളും വളരെ ചലനാത്മകമായിട്ട് ജീവസുറ്റതായിട്ട് മാറും. അതുവഴി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ്റെ ദൈവിക ശക്തി നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യും. അതുകൊണ്ട് മഗ്ദലന മറിയത്തെ പോലെ ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ, നമ്മൾ പലപ്പോഴും ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ നല്ല ഭാഗമല്ല തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ പലപ്പോഴും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവുമെല്ലാം യേശുവിന് വേണ്ടിയല്ല നമ്മൾ ചെലവഴിക്കുന്ന മുഴുവൻ നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ കുടുംബകാര്യങ്ങൾക്കും നമ്മുടെ ഈ ജീവിതത്തിൽ തീരുന്ന ആയുസ്സിന് ആവശ്യമായത് ചെയ്യാനാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, മഗ്ദലന മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവവചനത്തിൽ ആഴപ്പെടുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉൾക്കാഴ്ച. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ യേശുവിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നേടാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവൻ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടവും ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വഴിയെ മുന്നേറണം. സാമ്പത്തിക മേഖലയിൽ നമുക്ക് പരാജയമുണ്ടെങ്കിൽ ഇന്ന വഴിയെന്ന് കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് ബോധ്യമാക്കി തരും. ജീവിതത്തിൻ്റെ ചില തകർച്ചകൾ, കുടുംബ പ്രതിസന്ധികൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചിന്ത അവൻ്റെ ജ്ഞാനം നമുക്ക് പറഞ്ഞു തരും. മക്കൾ അനുസരണമില്ലാത്തവരാണെങ്കിൽ എങ്ങനെ അവരെ കർത്താവിൽ അനുസരണമുള്ളവരാക്കാമെന്ന് ദൈവിക ജ്ഞാനം നമ്മെ ബോധ്യപ്പെടുത്തും. ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി ഘട്ടമായിരിക്കും രോഗപീഠകളോ മാരകമായ രോഗത്തിൻ്റെ അവസ്ഥകൾ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാം, അല്ല അഭിമുഖീകരിക്കാം എന്നുള്ള കൃത്യമായ അറിവ് ഈ പത്രോസ്ലീഹയുടെ
2 ലേഖനം 1 അധ്യായം 3 വചനത്തിലൂടെ, അതായത് അവൻ്റെ ദൈവിക ശക്തി, അവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തി, ആ ശക്തി എല്ലാ കാര്യങ്ങളും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ മുന്നേറണം, ജീവിതം വല്ലാതെ മരവിച്ച അവസ്ഥയിലാകുമ്പോൾ, നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമ്പോഴും നാം ഏത് രീതിയിൽ മുന്നേറണമെന്ന് കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കും. ഇനി നമ്മുടെ ആത്മീയ ജീവിതത്തിന് വചനം അങ്ങനെയാണ്. 2 പീറ്റർ 1 ചാപ്റ്റർ 1 3 തിരുവചനം. നമ്മുടെ ജീവിതത്തിനും ആത്മീയതയ്ക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ആത്മീയതയെ അവൻ എങ്ങനെ പരിപോഷിപ്പിക്കും അതും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായം തന്നെ 2 പീറ്റർ ചാപ്റ്റർ 1 4 മുതലുള്ള വചനങ്ങൾ വായിക്കണം. ഹി ഹാസ് ഗിവൺ us ദീസ് തിങ്സ്, He has given us through these things His precious and very great promises, so that through them we may escape from the corruption that is in the world because of lust, and may become participants of divine nature. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ ലഭിക്കുന്ന ദൈവിക ശക്തി വഴി നമുക്കായി യേശു വിലയേറിയതും മഹോന്നതവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ മൂലം ദുരാശകൾ മൂലം ലോകത്തിലുണ്ടാകുന്ന ജീർണതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിന് നമുക്ക് സാധിക്കും. അപ്പം കർത്താവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് വളരുമ്പോൾ അവനിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തി വഴി ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ യേശു നമുക്ക് നൽകുന്നു. ആ വാഗ്ദാനങ്ങളുടെ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ജീർണതയിൽ നിന്നും ദുരാശയിൽ നിന്നെല്ലാം മോചിതമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിനുള്ള ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഒരു വശത്ത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് കർത്താവ് അവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമുക്ക് തരും. രണ്ടാം ഭാഗമാണ് പ്രധാനപ്പെട്ടത്. ഈ ജീവിതം 70-80 വയസ്സുകൊണ്ട് അവസാനിക്കും. രണ്ടാമത്തേത് ആത്മീയ ജീവിതമാണ്. അത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നയിക്കും. അപ്പം നിത്യതയിൽ നമ്മൾ പങ്കുകാരാകുന്നതിന് ഇതേ ശക്തി, അവൻ്റെ ദൈവിക ശക്തി, അതായത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ എങ്ങനെ അത് നേടാം? ദൈവവചനത്തിൽ ആഴപ്പെട്ട്, പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട്, ഈ 2 കാര്യങ്ങളുടെ പ്രാർത്ഥന, ഉപവാസം, അതുപോലെ ദൈവവചനം, ഇത് നമ്മൾ നന്നായിട്ട് ആഴപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ കൗദാശിക ജീവിതം ബലപ്പെടും. മാമോദീസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം, സ്ഥൈര്യലേപനത്തിൽ നമ്മിൽ ബലപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം, അത് ഓരോ ദിവസവും ഈ കുമ്പസാരത്തിലൂടെയും അനുദിന ദിവ്യബലി അർപ്പണത്തിലൂടെയും കൂടെയുള്ള കുമ്പസാരത്തിലൂടെയും അനുദിനമുള്ള ദിവ്യബലി അർപ്പണത്തിലൂടെയും ആ പരിശുദ്ധ അഭിഷേകം നമ്മിലേക്ക് വർദ്ധിക്കും. എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ആഴപ്പെട്ട്, പരിത്യാഗ പ്രവൃത്തികളിൽ ഏർപ്പെട്ട്, ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ദൈവവചനം കൂടുതൽ നേരം വായിച്ച് ധ്യാനിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഈ കൂദാശകളെല്ലാം ബോധ്യത്തോടു കൂടി സ്വീകരിക്കുക. അതല്ലെങ്കിൽ നമ്മളൊരു റുട്ടീനായിട്ട് ചെയ്യുന്ന പോലെ ഒരു യാന്ത്രികമായിട്ട് ചെയ്തു പോകും. അതല്ല, ഒരു കൃത്യതയോടുകൂടി ആത്മീയ ബോധ്യത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സഭാത്മക ജീവിതം, സഭയിലുള്ള നമ്മുടെ പാർട്ടിസിപ്പേഷൻ, അത് ശക്തവും വ്യക്തവുമായിട്ട് മാറും. തുടർന്ന് ലേഖനത്തിൽ തന്നെ, പത്രോസിൻ്റെ ലേഖനം 1 അധ്യായത്തിൽ തന്നെ 2 പീറ്റർ 1 5 മുതൽ 7 വരെ വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഇക്കാരണത്താൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ
ഉപവിപ്രവർത്തികൾ കൊണ്ടും ബലപ്പെടുത്തണം. അതിനാവശ്യമായ പരിശ്രമം നാം ചെയ്യണം. ഇപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിൽ വളരുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സുഹൃതത്തിലേക്കും, സുഹൃതത്തെ ജ്ഞാനത്തിലേക്കും, ജ്ഞാനത്തെ ആത്മസംയമനത്തിലേക്കും, ആത്മസംയമനത്തെ ക്ഷമയിലേക്കും, വീണ്ടും അത് ഭക്തിയിലേക്കും, സഹോദര സ്നേഹത്തിലേക്കും, ഉപവിപ്രവർത്തികളിലേക്കും നയിക്കും. അപ്പം വിശ്വാസം പ്രവൃത്തിയിലേക്ക് നീങ്ങും. ദൈവം ആഗ്രഹിക്കുന്ന, മുൻകൂട്ടി നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ്. ആ വചനം മനസ്സിലാക്കുമ്പോൾ വിശ്വാസം വഴി നമ്മൾ പ്രവൃത്തിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ബലപ്പെടുത്തണം. അങ്ങനെ ഈ കാര്യങ്ങൾ, അതായത് ജ്ഞാനവും സുഹൃതവും ഭക്തിയും ക്ഷമയും ആത്മസംയമനവും സഹോദര സ്നേഹവും ഉപവിപ്രവർത്തികളും ചെയ്യുന്നവരായി നമ്മൾ മാറിക്കഴിയുമ്പോൾ, അതിൽ നമ്മൾ തീക്ഷ്ണതയുള്ളവരായി വളരുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം അത് ഫലസമൃദ്ധങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമ്മെ ശക്തരാക്കി തീർക്കും. 8-ാം തിരുവചനം എങ്ങനെയാണ് വായിക്കുന്നത്? ഇഫ് ദീസ് തിങ്സ് ആർ യുവേഴ്സ്, അതായത് മുകളിൽ പറഞ്ഞ ജ്ഞാനം, സുഹൃതം, ക്ഷമ, ആത്മസംയമനം, ഉപപ്രവൃത്തികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുകയും ആൻഡ് ആർ ഇൻക്രീസിങ് എമംഗ് യു, ദേ കീപ് യു ഫ്രം ബീയിങ് ഇൻഎഫക്റ്റീവ് ആൻഡ് അൺഫ്രൂട്ട്ഫുൾ ഇൻ ദ നോളജ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇവ പരിശീലിക്കാത്തവനാണെങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ച് അറിവുള്ളവനാണെങ്കിലും, ആ ദൈവിക ശക്തി മൂലം നാം ചെയ്യേണ്ട ഫലസമൃദ്ധങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിഷ്ക്രിയരായിത്തീരുന്നു. അപ്പം പൂർണ്ണമായ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വചനത്തിലൂടെ, കൂദാശകളിലൂടെ, പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന പൂർണ്ണമായ അറിവിൽ വളരുമ്പോൾ, അങ്ങനെ ലഭിക്കുന്ന അറിവ് നമ്മൾ എന്ത് ചെയ്യണം? ആ ജ്ഞാനം കൊണ്ട്, സുഹൃതം കൊണ്ടും, ആത്മസംയമനം കൊണ്ടും, ക്ഷമ കൊണ്ടും, സഹോദര സ്നേഹവും ഭക്തിയും ഉപവിപ്രവർത്തികൾ കൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യണം, അതിനെ ബലപ്പെടുത്തണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നിഷ്ക്രിയരായി മാറാതെ ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് നമ്മളെ ഫലദായകരാക്കി മാറ്റും, ഫലം നൽകുന്നവരാക്കി മാറ്റും. ഇപ്പോൾ ഈശോതാണല്ലോ പറഞ്ഞ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിൽ നിറയണം. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പം ശാഖയോട്, തൈത്തടിയോട് ചേർന്ന് നിൽക്കുന്നവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. കർത്താവ് വെട്ടിയൊരുക്കും. അതുകൊണ്ടാണ് ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ, ക്ഷമ, ആത്മസംയമനം, അതെല്ലാം ഈ വെട്ടിയൊരുക്കിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പം കൂടുതൽ ഫലമുള്ളവരായി നമ്മൾ മാറും. എന്നാൽ ഇങ്ങനെ ബലപ്പെടുത്താത്തവർ, ക്ഷമയോ ഉപവിപ്രവർത്തികളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ വചനം മാത്രം വായിച്ച് അതിൽ ആത്മസംയമനം കണ്ടെത്തുന്ന, അതിലൊരു സംതൃപ്തി കണ്ടെത്തുന്നവർ, പത്രോസ് പറയുകയാണ്, ഈ മേൽക്കാര്യങ്ങളൊന്നും ഇല്ലാത്തവൻ, ഈ കാര്യങ്ങൾ കൊണ്ട് ആ അറിവിനെ ബലപ്പെടുത്താത്തവൻ ഹ്രസ്വദൃഷ്ടിയും അന്ധനും പഴയ പാപങ്ങളിൽ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. അതായത് ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പഴയ പാപങ്ങളിലേക്ക് തിരികെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ മേൽപ്പറഞ്ഞ സുഹൃതങ്ങളും ക്ഷമയും ബാക്കി എല്ലാ കാര്യങ്ങളും പരിശീലിച്ച് നമുക്ക് കിട്ടിയ വിശ്വാസത്തെ നമ്മൾ ബലപ്പെടുത്തണം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിനെ നമ്മൾ മേൽക്കാര്യം കൊണ്ട് ബലപ്പെടുത്തുമ്പോൾ നമ്മൾ പതറാതെ പോവുകയും സ്വർഗത്തിലേക്കുള്ള വഴി നമുക്കത് എളുപ്പമാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, യേശുവേ, അവിടുത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പൂർണ്ണമായ ഉൾക്കാഴ്ച, അതിനെ എൻ്റെ വിശ്വാസം കൊണ്ടും സുഹൃതം കൊണ്ടും ജ്ഞാനം കൊണ്ടും ക്ഷമ കൊണ്ടും ദയ കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും ആത്മസംയമനം കൊണ്ടും ഉപവിപ്രവൃത്തി കൊണ്ടും ബലപ്പെടുത്തി ലോകത്തിൻ്റെ ജീർണതകളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവം തരുന്ന യഥാർത്ഥമായ സമാധാനവും സ്നേഹവും കൊണ്ട് എൻ്റെ ഹൃദയം നിറയുവാൻ
ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.